നമസ്കാരം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തോൽവിയുടെ ആഘാതം മാറുന്നതിന് മുൻപ് തന്നെ CPM-ന് പറ്റിയ ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ പ്രതിയായ മാസപ്പടി കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ വാടക വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന് മാത്രമല്ല, അവരെ വധിക്കാൻ ശ്രമിച്ചു. അവർ സഞ്ചരിച്ച വാഹനം തല്ലി തകർക്കുകയും ചെയ്തു. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയതോടെ 26 അംഗങ്ങൾ ജയിലിലുമായി. ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയ MP ഗോവിന്ദനും VK പ്രശാന്തും A റഹീമും V ജോയിയും അടക്കമുള്ളവരൊക്കെ ഇപ്പോൾ അങ്കലാപ്പിലാണ്. ഇനി എന്താണ് സംഭവിക്കുക എന്നറിയില്ല. ED പിടിമുറുക്കിയിരിക്കുകയാണ്. സാധാരണ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വെല്ലുവിളിയും അക്രമവും ഭീഷണിയും ഒക്കെ നടത്തി ചെറിയ തരത്തിലുള്ള ഊച്ചാളി പീസുകളൊക്കെ കാണിച്ച് നൈസായി അങ്ങ് വീട്ടിൽ പോകാമെന്നായിരുന്നു അംഗങ്ങളുടെ ധാരണ. പക്ഷേ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയതോടെ 26 പേർക്കും പോകേണ്ടി വന്നത് ജയിലിലേക്കാണെന്ന് മാത്രം. കണ്ടാലറിയാവുന്നവർ ഉൾപ്പെടെ 300 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ അങ്കലാപ്പിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ED ഡയറക്ടർ രാഹുൽ നവീൻ എറണാകുളത്തെത്തി. സാധാരണ ED ഡയറക്ടർ ഇത്തരം വിഷയങ്ങളിൽ നേരിട്ട് ഒരിടത്ത് പോകുന്നത് വളരെ അപൂർവമാണ്. എറണാകുളത്തെത്തിയ ED ഡയറക്ടർ ഇന്ന് രാവിലെ 10 മണിക്ക് EDയുടെ സോണൽ ഓഫീസിൽ വെച്ച് ഉന്നത ED ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചർച്ച നടത്തും. ആ ചർച്ചയിൽ പ്രധാനമായും അവർ ചർച്ച ചെയ്യുന്നത് CPM നേതാക്കൾക്കെതിരെ, തങ്ങളെ ആക്രമിച്ച CPM നേതാക്കൾക്കെതിരെയുള്ള നടപടികളെക്കുറിച്ചായിരിക്കും. ഈ കേസ് കോടതിയിലെത്തുമ്പോൾ കക്ഷി ചേരാനായി ED ആലോചിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അവർ അതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യപടിയായി തിരുവനന്തപുരത്തെ കോടതിയിൽ നിന്ന് അവർ തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ CPM-നും നേതാക്കൾക്കുമൊക്കെ തിരിച്ചടിയാകും. എന്തായാലും ED ഡയറക്ടർ നേരിട്ട് എറണാകുളത്തെത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ വിചാരിച്ചിരുന്നതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് അവർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച വിഷയത്തെ കാണുന്നത് എന്നാണ്. മാസപ്പടി കേസിന്റെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ഹൈക്കോടതിയുടെ തീരുമാനം തങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്നാണ് ED ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. അങ്ങനെയുണ്ടായാൽ തന്നെ മേൽക്കോടതിയിലേക്ക് അപ്പീലുമായി പോകാൻ CMRL-ന് കഴിയുന്നതിന് മുൻപ് തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാണ് EDയുടെ ഇപ്പോഴത്തെ തീരുമാനം. അതായത് വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ എത്രയും വേഗം തന്നെ നടപടിയുണ്ടാകും. അറസ്റ്റിലേക്ക് വരെ ആ കാര്യങ്ങൾ നീളുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കാരണം ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല ഉത്തരവ് EDക്ക് കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിലോ മണിക്കൂറുകളിലോ തന്നെ ഈ CMRL-ഉം വീണയും ഒക്കെ ഇതിനെ തടയിടാനായി മേൽക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മേൽക്കോടതിയിലേക്ക് പോകാൻ തന്നെ ഏകദേശം 2-3 ദിവസങ്ങൾ എടുത്താൽ തന്നെ അതിനുള്ളിൽ ഇവരെ അറസ്റ്റ് ചെയ്യാനും നടപടികളുമായി മുന്നോട്ട് നീങ്ങാനുമാണ് EDയുടെ തീരുമാനം. ഇതോടുകൂടി ഇവരുടെയൊക്കെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകും. EDയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാന പ്രശ്നമാണ് തിരുവനന്തപുരത്ത് ആക്രമിക്കപ്പെട്ടത്. 2024-ൽ ബംഗാളിൽ സമാനമായുള്ള ഒരു സംഭവം ഉണ്ടായപ്പോഴും അതിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് ഇപ്പോഴും ജാമ്യം കിട്ടിയിട്ടില്ല. തിരുവനന്തപുരത്തും ഇത്തരമൊരു സംഭവം ആവർത്തിച്ചു. പക്ഷേ ബംഗാളിലെ സംഭവം ഒരുപക്ഷെ ഇവിടെ ജയിലിൽ കിടക്കുന്ന അന്തം കമ്മികൾക്ക് അറിയില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് ചാടി വീണത്. എന്തായാലും ഇനി ഒരിടത്തുകൂടി ഇത്തരത്തിലുള്ള ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് കൂടിയായിരിക്കും ED ഈ വിഷയത്തെ കാണുന്നത്. അതുകൊണ്ടാണ് അവർ ഇത് വിടാതെ ഈ കേസിനെ പിന്തുടർന്നിരിക്കുന്നതും. ശക്തമായ നടപടി ഈ നേതാക്കൾക്കെതിരെ വേണം. നേതാക്കൾ അറിയാതെ അണികൾ ഇത്തരത്തിലുള്ള ഒരു അക്രമ പ്രവൃത്തി ചെയ്യില്ല എന്ന് മാത്രമല്ല, ചുരുങ്ങിയ സമയം കൊണ്ട് പലയിടങ്ങളിൽ നിന്നായി പ്രവർത്തകർ അവിടേക്ക് എത്തില്ല. നേതാക്കൾ ഇവരെ തടയാൻ ശ്രമിച്ചില്ല. കേസുണ്ടായതിനു ശേഷവും, അതായത് ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചതിനു ശേഷവും പല മുതിർന്ന നേതാക്കളും അവരെ അനുകൂലിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിലൊക്കെ പോസ്റ്റ് ഇടുകയും അവർക്ക് ജയിലിലും മറ്റും അവരെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തു. അവരുടെ വീടുകൾ സന്ദർശിച്ചു. ഇതൊക്കെ വലിയ രീതിയിൽ ഗൗരവമായിട്ട് തന്നെയാണ് ED ഉദ്യോഗസ്ഥർ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് അവരുടെ ഒരു അഭിമാന പ്രശ്നമാണ്. ഈ CPM എന്ന് പറയുന്ന ഈ ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ MP ഗോവിന്ദനെ പോലെ A റഹീമിനെ പോലെയുള്ള നേതാക്കളുടെ മുന്നിൽ തോറ്റുകൊടുക്കാൻ എന്തായാലും അവർ തയ്യാറാവില്ല. അതിൻ്റെ പടിയായിട്ടാണ് ഇപ്പോൾ രാഹുൽ നവീൻ തന്നെ, ED ഡയറക്ടറായ രാഹുൽ നവീൻ തന്നെ നേരിട്ടെത്തിയിരിക്കുന്നത്. ED ഡയറക്ടർ നേരിട്ട് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാറില്ല. പക്ഷേ ഇത്രയധികം ഗുരുതരമായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ടും ആ വിഷയത്തെ എത്രത്തോളം വലുതായിട്ടാണ് ED കാണുന്നത് എന്നുള്ളത് കൊണ്ടുമാണ് ED ഡയറക്ടർ നേരിട്ട് എറണാകുളത്തേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളല്ല, ഇനി വരുന്ന മണിക്കൂറുകൾ വീണയെയും CPM നേതാക്കളെയും സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. വീണ വരുന്ന ദിവസങ്ങളിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന് മാത്രമല്ല, A റഹീമും ജോൺ ബ്രിട്ടാസും ഗോവിന്ദനും കടകംപള്ളിയും ജോയിയും അടക്കമുള്ള നേതാക്കൾ പ്രതിയാക്കപ്പെട്ടേക്കാം. അവരുടെയും യാത്ര ജയിലിലേക്ക് തന്നെയായിരിക്കാം. എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകൾ, വരുന്ന ദിവസങ്ങൾ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ്.